ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല. അതാണ് ഞാൻ നേരിട്ട് പറയുന്നത്. ആൾക്കാർ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് ഒരു ആസ്പത്രി കയറിയിട്ടാണ്. ഈ ആസ്പത്രി കൂടി അടച്ചു വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ജനങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഈ ചടങ്ങ് കാണാൻ ആവശ്യമുള്ളവർ എല്ലാവർക്കും ആ സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അസുഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾക്കറിയുമല്ലോ കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് പ്രഖ്യാപിച്ചൊരു നിലപാട് നിങ്ങളെല്ലാവരും വായിച്ച് കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, എല്ലാവർക്കും അവരുടെ സ്വന്തം വിശ്വാസത്തിന് പൂർണ്ണ അധികാരമുണ്ട്. ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കും, എല്ലാ മതത്തെയും ബഹുമാനിക്കും, ഈ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുക, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ 22-ാം തീയതി നടക്കുന്ന ചടങ്ങ് ഒരു രാഷ്ട്രീയ വേദി പോലെയാണ് നടത്തുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വ്യക്തികളെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എനിക്ക് തോന്നുന്നു പലവരും വേറെ അവസരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ ക്ഷേത്രത്തിൽ മറ്റേ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്, ഇനി പോവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ തവണ ഇതിൻ്റെ ഒരു രീതി തന്നെ ഇതിൽ ചില ബുദ്ധിമുട്ടുകളും തെറ്റുകൾ കാണുന്നുണ്ട്. നാളെ ഈ പ്രത്യേക മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ട്? അല്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല. അവസരം വരുമ്പോൾ ഞാൻ പോവും. നാളത്തെ പ്രോഗ്രാം അനുസരിച്ചിട്ട് സമയം കിട്ടുമ്പോൾ എനിക്ക് എല്ലാവിടെയും പോകാൻ ഇഷ്ടമാണ്. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല. അതാണ് ഞാൻ നേരിട്ട് പറയുന്നത്. ഈ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഒരു കാര്യം, എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വകാര്യ വിശ്വാസങ്ങളും അവരുടെ ആ ദൈവത്തിൻ്റെ ഒപ്പമുള്ള ഒരു ബന്ധം ഓരോരു വ്യക്തിക്ക് ഒരു പേഴ്സണൽ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ആരുടെയും വിശ്വാസത്തിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം എൻ്റെയാണ്, ഞാൻ അതിൽ വിടുന്നു. അത് അത്ര സംസാരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ നാളെ 22-ാം തീയതി ഈ സർക്കാർ പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, നാളെ ഡൽഹിയിലത്തെ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട ആശുപത്രി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അവരുടെ വെളിയിൽ പാതിയിലും കൂടി എടുക്കുന്ന അസുഖമുള്ള ആൾക്കാർ സ്ഥലം കിട്ടാൻ കാത്തിരിക്കുന്ന സമയത്ത് ആ ആസ്പത്രിയെ നാളെ 2:30 മണി വരെ അടച്ചിരിക്കണം. ഇതൊക്കെ ശരിയാണോ? ആൾക്കാർ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് ഒരു ആസ്പത്രി കയറിയിട്ടാണ്. ഈ ആസ്പത്രി കൂടി അടച്ചു വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ജനങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? എത്ര ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകാൻ പോകുന്നത്? ചിലവർക്ക് ഒരു പക്ഷേ എയിംസിനെ പോലൊരു സ്ഥാപനം അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മരണം കൂടി സംഭവിക്കാൻ സാധിക്കും ആ സമയത്ത്. പലവർക്കും എമർജൻസി സിറ്റുവേഷനിലെ മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു തീരുമാനമാണ്. നമ്മൾക്ക് മനസ്സിലായി ചിലവർക്ക് ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ ആരെയും അതിനെ ഒരു കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ അസുഖമുള്ള ആൾക്കാരെ നമ്മളുടെ ഡൽഹിയിൽ തലസ്ഥാനത്തിലത്തെ പ്രധാനപ്പെട്ട ആസ്പത്രിയിൽ കയറ്റാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലവർ കോടതി പോയിട്ട് ഇതിനെ ചാലഞ്ച് കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ച കാരണം എന്ത് കോടതി തീരുമാനിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ശരിയല്ല എന്നാണ് ഞാൻ സർക്കാരിനെ അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്തിട്ട് ഈ തീരുമാനമെങ്കിലും പിൻവലിക്കൂ. ആസ്പത്രികളെ അടയ്ക്കരുത് ഈ സമയത്ത്. പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഈ ചടങ്ങ് കാണാൻ ആവശ്യമുള്ളവർ എല്ലാവർക്കും ആ സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അസുഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന.